ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. ഹണി റോസിന് ബോഡി ഷേമിംഗ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹണി റോസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നാളായിട്ട് നടക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. അതിനൊരു അവസാനം ഉണ്ടായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ പല തവണ ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഹണി റോസ് ഇത്രയും ആയിട്ടും പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ ആൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും മോശം രീതിയിൽ ഇതാക്കിയിട്ടും വീണ്ടും വീണ്ടും അവർ വിളിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ ഇനാഗുറേഷന് പോകുന്നതും അത് വലിയ രീതിയിലുള്ള പ്രതികരണവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായിരിക്കും ആൾക്കത് കുഴപ്പമില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ. കാരണം ഇങ്ങനെ ഇത്രയും മോശം രീതിയിൽ പബ്ലിക്കായിട്ട് സംസാരിച്ചിട്ടും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന സമയത്തും ഇതിനെതിരെ ഇത്രയും നാളും ഹണി റോസിന്റെ ഭാഗത്തൊന്നും വന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ സഹിക്കാവുന്നതിന് അപ്പുറം ആയതുകൊണ്ടായിരിക്കാം ഹണി റോസിന്റെ ഭാഗത്ത് നിന്നും ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു. ആദ്യം അതിൽ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ അതിനുശേഷവും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്നും ഒരു സോറി പറച്ചിലോ ഒരു മാപ്പ് പറച്ചിലോ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണവും വരാത്തതിനാല് വീണ്ടും ഹണി റോസ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ബോബി ചെമ്മണ്ണൂർ: താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയും പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. അപ്പോ ഇതാണ് ഹണി റോസ് ഇട്ട ആ ഒരു പോസ്റ്റ്. അതിൽ വ്യക്തമായിട്ട് തന്നെ ആളുടെ പേരടക്കം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷമാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ അറസ്റ്റ് ചെയ്ത ശേഷം ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഹണി റോസിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. പീസാണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. കാരണം എന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടുന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു പിന്തുണ, കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അത്രയും എനിക്ക് ഒരിക്കലും സമാധാനമാണ്, സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഹണി റോസ് ഇതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണ് അറസ്റ്റിന് ശേഷം. കാരണം ഒരുപാട് നാളായിട്ട് ഹണി റോസിനെതിരെ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അത് അത്രയും എക്സ്ട്രീം ലെവലിൽ പോയതുകൊണ്ടാണ് ഈ ലെവലിലേക്ക് ഒരു പരാതിയായിട്ട് ആള് മുന്നോട്ട് പോയേക്കുന്നത്. കാരണം അവരുടെ ഫാമിലി അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഹണി റോസിന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യം വന്നേക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞ് കാണുന്ന ഒരു കാര്യമാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും ഇതിനു മുൻപും പല വിഷയങ്ങളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഈ ഡബിൾ മീനിങ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ ഒരു വ്യക്തി അത് അതെന്തോ ഒരു അലങ്കാരം എന്നുള്ള രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. അതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനൊരു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ 24 ചാനലിലേക്ക് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ വിളിക്കുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരു നടി പരാതി കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്. അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണം അത്രയും റെസ്പെക്ട് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും ആ വ്യക്തിക്ക് അത്രയും റെസ്പെക്ട് കൊടുക്കുന്ന രീതിയിലാണ് ആ വ്യക്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ടാണ് അരുൺകുമാർ അടക്കം സംസാരിക്കുന്നത്. നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. ബോബി ചെമ്മണ്ണൂർ ഫസ്റ്റിനെ വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ്, എന്തിന്റെ കേസായല്ലോ എന്നുള്ള രീതിയിലാണ് അരുൺകുമാർ അങ്ങനെ സംസാരിക്കുന്നത്. അരുൺകുമാർ എന്തിന്റെ ബേസിലാണ് അങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്ത് ആ ഒരു പരാതി അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്ന സമയത്തും ആളോട് എന്താ പറയേണ്ടത്, ഒരു സുഖവിവരം അന്വേഷിക്കുന്ന രീതിയിലാണ് ആളോട് സംസാരിക്കുന്നത്.
അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഒരുപാട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിനൊരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞല്ലോ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തൊരു കാര്യം പറയണ്ടായി. സിനിമാറ്റിക് ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അതായത് അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയ സാഹചര്യത്തിൽ? അല്ല, ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളൂ. നമ്മൾ ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു. വളരെ വിയോജിപ്പും അവർ കംഫർട്ടബിൾ അല്ലെന്നും ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഇന്നാണ് കൊടുത്തത്. അതെ. അപ്പോൾ ഈ ഒരു മോശം പരാമർശത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആള് തന്നെ സമ്മതിക്കാണ്, ഇപ്പോൾ പറഞ്ഞതല്ല, ഇതിന് മുൻപ് വേറെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആള് തന്നെ സമ്മതിക്കാണ്. അപ്പൊ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ കാണുന്നതാണ്, പബ്ലിക്കായിട്ട് വന്നിട്ടാണ് ഇത്രയും മോശം രീതിയിലുള്ള പരാമർശവും കാര്യങ്ങളും നടക്കുന്നത്. അത് മാത്രമല്ല, പൈസ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ടും ഈ വ്യക്തിക്കെതിരെ ഒരു രീതിയിലുള്ള ഒരനക്കവും ഇതുവരെ നടക്കാതിരുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, പൈസ മതി, പൈസ എടുത്ത് പൈസ എറിഞ്ഞാൽ എവിടെയുള്ള ആൾക്കാരെ ആണെങ്കിലും നമ്മുടെ കയ്യിലാക്കാന്നുള്ള രീതിയിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. അപ്പോ ആളുടെ ഭാഗത്തുനിന്ന് ഒരു മാപ്പ് പറച്ചില് പോലെ, അതായത് ഈ ഒരു അരുൺകുമാറിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഖേദമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾക്കും അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാന്നുള്ള രീതിയിലൊരു മാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ഹണി റോസ് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ആ ഒരു സമയത്തോ അതിനു മുൻപോ ഈ ഒരു സംഭവം ആവർത്തിക്കാതെ വ്യക്തമായിട്ട് ആ നടിയനോട് ഒരു സോറി പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ തീരേണ്ട കാര്യമായിരുന്നു. ഇതൊന്നും ആവർത്തിക്കാതിരുന്നെങ്കിൽ. പക്ഷെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എക്സ്ട്രീം ലെവൽ എത്തിയ ശേഷം വന്നിട്ട് ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഹണി റോസിനോടാണെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് ഹണി റോസ് പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞ അവസാനം മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയും കൂടുതൽ പേർക്കെതിരെ പരാതികളും കാര്യങ്ങളും കൊടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം ഈ മോശം രീതിയിൽ എന്താ പറയാ, അത്രയും മോശം രീതിയിലുള്ള വൾഗർ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. എന്തായാലും സത്യം പറഞ്ഞാൽ എന്തിനാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ താഴേക്ക് പോയിട്ട് ഒരുപാട് പേര് കമന്റുകളും കാര്യങ്ങളും, അതായത് നല്ല രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ പോലും വെറുതെ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അതായത് വെറുതെ ഒരു എന്താണ് ആരാണെന്ന് അറിയാത്ത ആൾക്കാരുടെ ഈ പോസ്റ്റിന് താഴെയും ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള മോശം കമന്റ്സുകൾ വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു നിങ്ങൾ കമന്റ്സുകൾ വരുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആസിഫ് അലിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് ആസിഫ് അലി പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ. ചെയ്യുന്നത് മോശമാണ്. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ആൾക്കല്ലേ, നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയാറുണ്ട്. അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഹണി റോസിന് ബോഡി ഷേമിങ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അവർക്ക് അതിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമവും ആ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാം. പക്ഷെ അത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല. പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരം തന്നെയാണ് നമ്മുടെ ആസിഫ് അലി പറഞ്ഞേക്കുന്നത്. ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഇത് കാണുന്ന സമയത്ത് തമാശയായിട്ട് പുറത്തു നിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരത് പേഴ്സണലി വിളിച്ച് പറഞ്ഞു, ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, പല തവണ പറഞ്ഞു. എന്നിട്ടും ഇവരിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവരുടെ ഇനാഗുറേഷന് പോകുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. വളരെ വൾഗർ രീതിയിൽ, വളരെ മോശം രീതിയിലേക്ക് ഇത് പോകുന്നു. അവരുടെ ഫാമിലിയെ കൂടി എഫക്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് അത്രയും സങ്കടം എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയപ്പോഴാണ് ഇപ്പൊ ഇങ്ങനൊരു നടപടിയുമായിട്ട് ഹണി റോസ് എന്തായാലും പോയിട്ടുള്ളത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കെതിരെ ഇതുപോലെയുള്ള കംപ്ലൈന്റും കാര്യങ്ങളും പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല
ഒരുപാട് പേര് ഇനിയും ഇതുപോലെ ഈ ഒരു വ്യക്തിക്കെതിരെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഹെലനോസ് പാട്ടയെ ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഹെലൻ കുറച്ച് മുമ്പ് ഇട്ടിട്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ ബോച്ചയുടെ കയ്യിൽ നിന്ന് ഹെലന് വളരെ മോശം രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ നമ്മുടെ ഹെലനോസ് പാട്ടയ്ക്ക് അടക്കം വളരെ മോശം രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നുന്നത്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോശം കമന്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അങ്ങനെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി അത് ഒഴിവാക്കാൻ നോക്കുക. കാരണം എപ്പോഴാണ് നിങ്ങൾക്ക് എന്തായാലും പിടി വീഴും. നിങ്ങളിങ്ങനെ ഇതായിട്ട് നടക്കുന്നു വേണ്ട. അത്രയും മോശം രീതിയിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും ഇട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഇനി സൂക്ഷിച്ചോളൂ, എന്തായാലും പിടി വീഴും. അപ്പൊ എന്തായാലും അങ്ങനെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിന് നിങ്ങൾ ശ്രമിക്കാതെ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട.